നമസ്കാരം. ഇന്ന് കടലായി ശ്രീകൃഷ്ണ ഭഗവാനെ തിരുസന്നിധിയിൽ വൈശാഖ മഹാത്മ്യം 16-ാം അധ്യായം പാരായണം ചെയ്യുന്നു. വൈശാഖ മാസത്തിലെ 16-ാം തീയതിയാണ് ഇന്ന്. ധ്യാന ശ്ലോകത്തോടു കൂടി വൈശാഖ മഹാത്മ്യം ആരംഭിക്കുന്നു. 16-ാം അധ്യായം. ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ, ഗോവിന്ദ പ്രിയ ശൗരേ, ഗോവിന്ദ പ്രിയ ശൗരേ, ഗോവിന്ദ ഹരേ ജയ. ഓം തത്സത്. ശ്രീ വൈശാഖ മഹാത്മ്യം 16-ാമത്തെ അധ്യായം. അത ഷോഡശോധ്യായ. ഗുരുഭൂതന്മാരുര ചെയ്തതു പോലെ നൃപൻ തരസാ വൈശാഖധർമ്മങ്ങളെ അനുഷ്ഠിച്ചാൻ. ഓം ശ്രീകൃഷ്ണായ നമഃ. ബന്ധുക്കൾ ബഹുവിധം വർദ്ധിച്ചു ദിനം പ്രതി. കാന്താരം തന്നിൽ ബഹുധനവുമുണ്ടായി വന്നു. ചഞ്ചലഹീനം നിജസേനയോടൊരുമിച്ചു. ഓം ശ്രീകൃഷ്ണായ നമഃ. പാഞ്ചാലപുരം ബുക്ക സംഘരം തുടങ്ങിനാൻ. ദുഷ്കരമായ രണമുക്കോടു തുടർന്നപ്പോൾ നിൽക്കരുതെന്നു കണ്ടു മണ്ടിനാർ ശത്രുക്കളും. തൽക്ഷണേ നിജഗൃഹം പ്രാപിച്ചു യഥാരാജ്യ രക്ഷയും ചെയ്തു സുഖിച്ചിരുന്നു നൃപോത്തമൻ. 10,000 അശ്വഗജങ്ങൾ 3 കോടി, രഥമർബുദം പിന്നെ രാസഭം 3 ലക്ഷം. സിദ്ധിച്ചു നൃപേശ്വരൻ ചിന്തിച്ചാനതു കാലം. പ്രത്യക്ഷരായി കണ്ടേൻ വൈശാഖധർമ്മഫലം. ഏകഛത്രാധീപനായി ഭവിച്ചു പാഞ്ചാലനും. വേഗത്തിൽ അനവധി സമ്പത്തുമുണ്ടായി വന്നു. ദുഷ്ടകീർത്തിയും ദുഷ്ടദ്യുതവും ദൃഷ്ടദ്യുമ്നൻ ദുഷ്ടനാ വിജയനും ചിത്രകേതുവുമേവം 5 പുത്രന്മാരോടും ധർമ്മേണ രക്ഷയോടും പാഞ്ചാല നൃപൻ പരിപാലിച്ചാൻ. ഓം ശ്രീകൃഷ്ണായ നമഃ. പാഞ്ചാല നൃപൻ പരിപാലിച്ചാൻ നിജരാജ്യം. പിന്നെയും മഹാവ്രതം നിഷ്കാമമാകും വണ്ണം ധന്യനാൻ മഹീപാലൻ അനുഷ്ഠിച്ചിടുകാലം. ലക്ഷ്മി വല്ലഭൻ കമലേക്ഷണൻ നാരായണൻ അക്ഷയ തൃതീയയാം പ്രത്യക്ഷനായാനല്ലോ കനകാചലം പോലെ. ഓം ശ്രീകൃഷ്ണായ നമഃ. കനകാചലം പോലെ വൈദേയനെ കണ്ടു മനുജോത്തമനായി നൃപതി നോക്കും നേരം. മേരുസന്നിഭ കിരീടാം കിഥ രത്നാജ്വലം താരകാധിപ പഞ്ചശകലോപമം ഫാലം. മാരകോദണ്ഡഖണ്ഡ സന്നിഭം ചില്ലിദ്വയം സാരസദളലോല നയനം മനോഹരം. ശരണാഗതവനതാപസഞ്ജയഹരം കരുണാമൃതരസം വഴിയുമുപാംഗങ്ങൾ. ഓം ശ്രീകൃഷ്ണായ നമഃ. കമൽ താരകാധിപ. ഓം ശ്രീ കനകാചലം പോലെ വൈനതേയനെ കണ്ടു മനുജോത്തമനായി നൃപതി നോക്കും നേരം. മേരുസന്നിഭ കിരീടം കിഥരത്നോജ്വലം താരകാധിപ പഞ്ചശകലോപമം ഫാലം. മാരകോദണ്ഡഖണ്ഡ സന്നിഭം ചില്ലിദ്വയം സാരസദളലോല നയനം മനോഹരം. കരുണാഗതവനതാപസഞ്ജയഹരം കരുണാമൃതരസം വഴിയുമുപാംഗങ്ങൾ. വിമല തിലപ്രസൂനോപമനസാപുടം കമല. ഓം ശ്രീകൃഷ്ണായ നമഃ. കമല യുധ മുഹുരാശ്രിത ഖണ്ഡസ്ഥലം മുഹുരാങ്കിത മണി കുണ്ടലയുഗപ്രഭം സുഗത ജഭാരാഗ സുന്ദരദന്തങ്ങളും. സുഹൃദി ജനഹൃദി വിലസും മന്ദസ്മിതം സുഗുളാശ്രിത വനമാല കൗസ്തുഭദീപ്രം കങ്കണാംഗൈര്
കങ്കണാംഗധീരതി ശോഭിത ചതുർഭുജം ശംഖപങ്കജഗത ചക്രശോഭിതായുധം വത്സലാഞ്ജനലസ ദുൽസമീശ്വരം ഭക്ത വത്സലം കാളമേഘശ്യാമളകളേഭരം കുഞ്ചരാശന പാലാശോഭമാതരം മഹൽ കഞ്ചസംഭവോദയ മഞ്ജുളാ നാദീപത്മം. ഓം ശ്രീകൃഷ്ണായ നമഃ. കാഞ്ചന പരദ്യുതി സന്നിഭം പീതശേലം കാഞ്ചിമേഖലാപരിവേഷ്ടിത മധ്യദേശം വാസവരത്നസ്തംഭസ്തംഭിതമുരുദ്വയം ബാസുരജനുമംഗേഷു ദ്വിജംഗായുഗം ബാസുരജനുമനംഗേഷു ദ്വിജംഗായുഗം കമനീയഘ്രിദ്വയം മഞ്ജുമഞ്ജീരപ്രഭം കമഠമടി തൊഴും പ്രഭദ്വയോജ്വലം അരികെ വിളങ്ങിടും. ഓം ശ്രീകൃഷ്ണായ നമഃ. അരികെ വിളങ്ങിടും താരിൽ മാനിനിയോടും അരുണായുധ പ്രഭാകാരം മാധവം കണ്ടു നരപാലകൻ നീ മീലിതലോചനായി ഹർഷാശ്രുക്കൾ പാർത്തു പരമാനന്ദത്തോടും ഹരിപാദാബ്ജങ്ങളിൽ വീണുടൻ തെരുതേരെ തരസ്ഥം നമസ്കരിച്ചിരിനാനനാകുലം ഉളകാഞ്ചിതോദേഹൻ ഗൽഗതവർണ്ണത്തോടും നളിനേക്ഷണൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. വിഷ്ണു മാധവ വിജയ് പുരുഷോത്തമാ ജയ കൃഷ്ണ ഗോവിന്ദ ജയ കേശവ നാരായണ പക്ഷിപുങ്കവസ്ഥിതി ലക്ഷ്മി നായക ജയ കക്ഷി സംസ്ഥിത ഖണ്ഡ ബ്രഹ്മാണ്ഡ ഹരേ ജയ നിത്യനിർമ്മല നിരാതംഗ നിഷ്കള ജയ സത്യപുരുഷ കലൈക ലോകേശ ജയ ഭക്തവത്സല ജയ ഭഗവാൻ ജയ ജയ മുക്തിദാനിക മൂർത്തി മുകുന്ദ ജയ ജയ വിശ്വകാരണ ജയ വിശ്വപാലന ജയ വിശ്വസംഹാര ജയ വിശ്വാത്മൻ ജയ ജയ തത്വജ്ഞന്മാരായുള്ള ബ്രഹ്മാദി ജനത്തെയും സത്വരം തവ മായ മോഹിപ്പിക്കുന്നുവല്ലോ. ഏകനായി നിരീഹനായുള്ള നിന്തിരൂപടി ലോകങ്ങൾക്കനാരദം ജീവനായി മരുവീടും ദുഃഖസൗഖ്യങ്ങൾ സുരന്മാർക്കേകിടുവാൻ വിധില പൂർണ്ണ മനോഹരനാകിലും തത്ര സത്വമാം ഗുണ നിജ ഭക്തരെ പാലിക്കുന്നു സത്വരം ഗലന്മാരെ തമസാഹനിക്കുന്നു രാജസ ഗുണം കൊണ്ടു ബന്ധനം ചെയ്യുന്നതും രാജീവേക്ഷണനായ നിർഗുണമൂർത്തി ഭവാൻ ത്വൽപദം പ്രണതാക്തി നാശനം തീർത്ഥപ്രദം ശില്പുമാൻ ചിത്തേ ധൃതം വിഭക്വയോഗങ്ങളാൽ വർദ്ധിച്ച ഭക്തി കൊണ്ടു ജീവഭാവത്തെ കളൻ ഉത്തമ മോക്ഷം തവ സ്മരണാൽ ലഭിച്ചിടും. ഉത്തമ മോക്ഷം തവ സ്മരണാൽ സാധിച്ചിടാം. സംസാര കാലോരക പാശബന്ധത്താലഹം കംസാരേ ജന്മജര ദുഃഖ സഞ്ചയങ്ങളാൽ ഭ്രമിച്ചിടുന്നു സർവയോനികൾ തോറും മഹം ഭ്രമിച്ചിടുന്നു ചിത്തമാകുവൽ സദാകാലം. പ്രവൃത്ത തൃഷ്ണ കൊണ്ടു നിൻപാദ സ്മൃതി വേറായി പ്രവൃത്തി നിരതനായി ഉഴന്നേൻ ബഹുകാലം. തൊൽക്കഥാശ്രവണങ്ങൾ പുംസാ സേവയും പുര മുഖ്യധാനാദി കർമ്മം ഒന്നുമേ ചെയ്യായികയാൽ ധാത്രീശനായോരെൻ്റെ സർവസമ്പദ് രാജ്യം ശത്രുക്കളടക്കി ഞാൻ കാനനെ വാണേൻ ചിരം. മൽഗുരുഭൂതന്മാരെ ചിന്തിച്ചേനഹമപ്പോൾ സൽഗുണന്മാരും സന്നിധോ വന്നു വേഗാൽ. ഓം ശ്രീകൃഷ്ണായ നമഃ. ആത്മബന്ധുക്കൾ അവർ വൈശാഖധർമ്മമെല്ലാം ആത്മനി മമ ബോധിപ്പിച്ചു മാമുനിമാരും സന്താപം കൊണ്ടു പരിപക്വമാം ചിത്തത്തോടും സന്തതമനുഷ്ഠിച്ചേൻ സർവം മാധവധർമ്മം. തദ്വത മഹാത്മ്യത്താൽ നിന്തിരുവടി മമ വിദ്രുതം പ്രസാദിച്ചു കണ്ടതു മഹാഭാഗ്യം. അനലാദിത്യ ചന്ദ്ര താരക ഭൂമി ജലം അനിലാകാശ മഹാവാങ്മനാദികളെയും ഭക്തിവ സേവിച്ചാകിൽ ബഹുനാൾ ചെന്നാൽ ഫലം സിദ്ധിക്കുമെന്നു നൂനമെന്നതു മറിയേണം.
സദ്യസൽഫലം സാധു സേവയാ വന്നു കൂടും. ഉൾപ്പൂവിൽ സദാവികദേശണന്മാരായുള്ള ത്വൽപദന്യസ്തചിത്തന്മാരാകും ജനങ്ങളിൽ അന്തമില്ലാത്ത ഭക്തി വാത്സല്യമനുദിനം നിന്തിരുവടിക്കുള്ളിലുണ്ടാകുമിന്നു നൂനം. വിചിത്ര കർമ്മൻ ജയ വേദാന്ത്യവിദ്യ ജയ പവിത്ര സ്വതന്ത്രതായ പരമാത്മനേ നമഃ. സദനുഗ്രഹ ജഗന്നായക നമോസ്തുതേ. സഭയായനന്ദായ സന്തതം നമോസ്തുതേ. ത്വന്മായ വിമോഹിതനായി ഞാൻ ഗുണങ്ങളാൽ വന്മനാനർത്ഥം കൃതദാര്യദൃശ്യങ്ങളെ ഉൾപ്പൂവിൽ ഭജിക്കുന്നു നിത്യവും മൂടാന്തനായി. ത്വൽപാദ പത്മസ്മൃതി മൂലനാശനം വിനാ സുഖകാമ്യായനർത്ഥ കാരണഭൂതമാകും സുതധാരാർത്ഥ മമ താപിയുക്തനായി നിത്യം കാപിച്ച നിദ്രാംശവാൻ നാലാവൃത്തേഷ്ണാവശാൽ ശ്രീപദേ ദുരാപമാം മർത്യജന്മത്തെ ലബ്ധ്വാ പിന്നെയുമുഴലുന്ന ഘോര സംസാര ചക്രേ ധന്യനെ കഥാ കശ്ചിൽ പുണ്യവൈഭവം കൊണ്ടു സാധുക്കളാകും തവ ഭക്തന്മാരോടു സംഘം ഏകതാ ഭവിച്ചിടും അപരം ദയവശാൽ സംസാരമഹാർണവം ഗോഷ്പദായതേ തഥാ വാസുദേവന്റെ ഭക്തി കരുതാതിൻ്റെയുള്ളൂ യാതൊരു കാലം സാധു. ഓം ശ്രീകൃഷ്ണായ നമഃ. യാതൊരു കാലം സാധു സമ്പർക്കമുണ്ടാകുമെന്നും ചേതസി ജനിച്ചിടും തൽസ്മൃതി എന്നും നൂനം. ശത്രുക്കൾ മമ രാജ്യം ആക്രമിച്ചതുന്മൂലം അത്രധേ പാദസ്മൃതിയുണ്ടാവാൻ യോഗം വന്നു. വിരിഞ്ച ഹര സുരാസുരതാപസ വൃന്ദം അന്ത്യം പരമച്യുതം വിഭോ സംസാരേ ഭയാപഹം അമന്ത ഭാഗ്യപ്രദം പാദപങ്കജം തവ ഇമം ദേവേശ നിത്യം പ്രാപിച്ചിടുന്നു പോറ്റി. ഞാനിനി ധാരാത്മജ സമ്പദ്രാജാദിയൊന്നും മാനസേ കാമിക്കുന്നേനില്ല മാധവനാഥ. മുനിസംഗത്താലനു ചിന്യമാം പാദപത്മം അനിശം ഭജിക്കുന്നേൻ വാങ്മയക്കായങ്ങളാൽ. സന്തതം പ്രസീദമേ ജഗന്നായക സർവ ജന്തുസഞ്ജയ മനോനിലയ കൃപാലയ. നിൻപാദാംബുജങ്ങളിൽ നിശ്ചല സ്മരണയും പമ്പീഴും ധാരാതിബന്ധുക്കളിൽ വൈരാഗ്യവും സംഭവിക്കേണമതിനായി പ്രസാദിക്കേണം നീ. സംഭ്രതമിനിയും ഞാനുണ്ടേവം പ്രാർത്ഥിക്കുന്നു. തൃക്കടൽ തന്നിൽ മമ മാനസം ലയിക്കേണം. വാക്യങ്ങൾ ദിവ്യ കഥ വർണ്ണനത്തിനുമേവം നേത്രങ്ങൾ കൊണ്ടു തവ വിഗ്രഹം കാണാകേണം. ശ്രോത്രങ്ങൾ കൊണ്ടു തവ കഥ സന്തതം കേൾക്കാകേണം. ചരണാംബുജാശ്രിത തുളസി സുഗന്ധത്താൽ സന്തതം നാസാമലയിക്കാൽ വരേണമേ. ഓം ശ്രീകൃഷ്ണായ നമഃ. സതതം നാസാമലയിക്ക വരായണമേ. സതതം രസന നിർമാല്യമാസ്വദിക്കായി വരേണം തേ. അസുരാരാധേ ഭവ മംഗലേ പനഗന്ധം തുളസീദളം മേ ഭൂഷണമായി വരേണമേ. ജയനിൻ ഗൃഹാങ്കണ. ഓം ശ്രീകൃഷ്ണായ നമഃ. ജയനിൻ ഗൃഹാങ്കണ സമ്മാർജനാദികൾക്കു ശ്രമമെന്നിയേ മമ പാണികളനുദിനം കമല വിലോചന പാത്രമാക്കേണം നാഥ. മൽപാദങ്ങളാൽ പരിശ്രമിക്കായി വരേണം ദേ. ശില്പുമാൻ മുദ്ര നമസ്കരിക്കായി വരേണമേ. കാമം തൊൽക്കഥ തന്നിലാക്കേണം സദാ നേരം. സ്വാമികെ പാദസ്മൃതോ ബുദ്ധിമേലയിക്കേണം. സൽക്കഥാംഗീയ മാനന്മാരായ മുനീജനം മൽഗൃഹേ വന്നു നിത്യം ചൊല്ലിക്കേൽക്കായി വരേണം. ദുർജന സംഘം കിഞ്ചിൽ പോലുമെത്തായി വാദനായി ഉജ്ജനങ്ങളെ കുറിച്ചുണ്ടാകേണമേ കൃപ. സാർവഭൗമത്വം സത്യം ലോകപ്രാപ്തിയും തഥാ ദേവദേവേശ കൊതിച്ചിടുന്നേ നിനിച്ചിത്തെ. തിരുവടിയുടെ പാദപത്മങ്ങൾ തന്നിൽ സന്തതമിളക്കമില്ലാതൊരു പൂർണ്ണഭക്തി എന്നുടെ മനതാരിൽ എപ്പോഴും ഉണ്ടാവാനായി നന്നായിട്ടനുഗ്രഹിച്ചിടേണം ദയാനിധേ. സ്കാന്തമാം പുരാണത്തിൽ വൈശാഖ മഹാത്മ്യത്തെ മന്നവാ 16-ാം അധ്യായവും ചൊന്നേനിപ്പോൾ. ശേഷമുള്ളൊരു കഥ ചൊല്ലുവാനിന്നല്ലെന്നും ഭാഷണം ചെയ്തിരുന്നാൾ
പൈങ്കിളി പൈങ്കിളി മകളന്നേ. ഓം ശ്രീ വൈശാഖ മഹാത്മ്യേ ഷോഡശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. കടലായി ശ്രീകൃഷ്ണൻ്റെ തൃച്ചരണങ്ങളിൽ പ്രത്യേകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം തത്സത്.